ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ശിവരാത്രി ആയതുകൊണ്ട് ശിവരാത്രി ദിവസമാണ് പിറ്റേ ദിവസം. ഇത് ഞായറാഴ്ച ശിവരാത്രി. അപ്പോൾ ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഏട്ടനാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ സ്നഗ്ഗി മോന് പാമ്പേഴ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ റേഷൻ കടയിൽ അമ്മ രാവിലെ എന്താ ലേസാണോ കഴിക്കുന്നതെന്നാണ് അവനോട് ചോദിച്ചത്. അതിനാണ് കേട്ടോ ഞാൻ ചിരിച്ചത്. അപ്പോൾ ലേസ് കഴിക്കുന്ന അത്ര നല്ല ശീലമല്ലാത്തതുകൊണ്ടും പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അവർക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ചക്ക വറുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. കടയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഒരു 8 മണി 8:15 ആയിട്ടുണ്ടാവും. ആ സമയമായിട്ടേ ഉള്ളൂ കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഈ ചക്ക വറുത്തതെന്ന് പറയുമ്പം എനിക്ക് ഏട്ടനും ഫേവറേറ്റ് ആയതുകൊണ്ട് അത് പോവും കേട്ടോ. പകുതി ആകുമ്പോഴത്തേനും തീരും. പിന്നെ ഇതിന് ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിള്ളേർ കഴിച്ചില്ല. അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇച്ചിരി കട്ടി കൂടിപ്പോയി, അതുകൊണ്ട് അവർ കഴിച്ചില്ല. പിന്നെ നമുക്ക് കട്ടിയായാലും കട്ടി കുറഞ്ഞാണെങ്കിൽ പോകുമല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ഇനി പിറ്റേ ദിവസം ശിവരാത്രിയൊക്കെ അല്ലേ, എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. എല്ലാം നല്ല റോഡിൽ പതിവില്ലാത്ത തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പം ഞാൻ പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ മോൻ്റെ മുടിയൊന്ന് വെട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ ശിവരാത്രിയല്ലേ, അപ്പം പിന്നെ വെട്ടാൻ പറ്റത്തില്ലെന്നല്ല, പിന്നെ അതിനിടയ്ക്ക് അവധിയൊക്കെ ആയിരിക്കുമല്ലോ, ആരും കടയും തുറക്കത്തില്ലായിരിക്കും. അപ്പം ഞങ്ങളാണെങ്കിൽ പോകുന്ന വഴിക്ക് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് മുടി വെട്ടിക്കുക. ഒരുപാടൊന്നും മുടി അവന് വെട്ടിക്കളയാനില്ല, കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കുറേ മുടി ഇങ്ങനെ കണ്ണിലോട്ട് കിടക്കുന്നതൊന്ന് വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് കയറിയതാണ്. പിന്നെ നമ്മൾ എവിടെ മിറർ കണ്ടാലും നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ഒരു നോട്ടമൊക്കെ ഞാൻ നോക്കിയിട്ട് അതിനിടയ്ക്ക് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ശിവരാത്രി വ്രതം എടുക്കുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ ഇങ്ങനെ അവൻ്റെ മുടി വെട്ടുന്ന സമയത്ത് മഷ്റൂം കട്ടൊക്കെ വെട്ടിയിട്ട് കുറേ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ മുടി വളർന്നപ്പോഴത്തേന് അവന് കാണാനില്ലാത്ത പോലെ മുടി ഇങ്ങനെ താഴോട്ടാവുകയാണ് കണ്ണ്. അപ്പം പിന്നെ മുടി അങ്ങ് വെട്ടിക്കളയാന്ന് വിചാരിച്ചു. പിന്നെ ഏതോ ഒരു കട്ടൊന്നും അല്ലെന്ന് തോന്നുന്നു. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാൾ വെട്ടിക്കളഞ്ഞും തോന്നുന്നു. പിന്നെ കുഞ്ഞോടും പറഞ്ഞാണ് കേട്ടോ ഒന്ന് തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കാൻ. പക്ഷെ അവക്കാണെങ്കിൽ മുടി വെട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല. ഏട്ടനാണെങ്കിൽ വെട്ടിക്കുന്നതിനോടും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ അവർ വെട്ടിയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു നോക്കി ഒന്ന് വെട്ടിയാലോ, കുറച്ച് തുമ്പൊന്ന് വെട്ടി തരട്ടെ എന്നൊക്കെ ഏട്ടനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. പിന്നെ അവിടെ നിന്ന് അവളും ആ കണ്ണാടിക്കകത്ത് നിന്ന് ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ സമയത്തൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സൈഡിലത്തെ മിററിനകത്തൂടെ കാണുന്നത് അതാ ഞാനവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോഴാണ് കേട്ടോ എന്നെ തന്നെ കാണുന്നത്. ഞാൻ എവിടെയെന്ന് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, മിറർ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഇതാ കണ്ണാടി നോക്കിയിരിക്കുന്നത്. പിന്നെ കാശിയാണെങ്കിൽ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അനങ്ങുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചലിക്കുന്ന പോലും ഇല്ല. കറക്റ്റ് അയാൾക്ക് നല്ല പോലെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു എടുക്കുന്ന സമയത്ത്. അവൻ വണ്ടിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അവന് ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ഒച്ചപ്പാണ് ബഹളമൊന്നും ഇല്ലാതെ ഏട്ടൻ്റെ മടിയിൽ അനങ്ങാതിരുന്ന് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചാട്ടവും ഇങ്ങോട്ട് ചാട്ടമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ആവുന്നതാണ്. കത്രി കൊണ്ട് വരുമ്പോഴേക്കും ഒന്ന് ചാഞ്ചാടുന്നതാണ്. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നു. പിന്നെ ഏട്ടൻ്റെ ദേഹത്തെല്ലാം മുടിയായിട്ട് അവിടെ ഇരുന്ന് 2 പേരും ഇരുന്ന് കളിക്കുന്ന സൗണ്ടാണ് ഗെയ്സ് കേൾക്കുന്നത്. സോ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ ആ കിൻഫ്ര എത്തി കേട്ടോ. ഏകദേശം വീടെത്താനായി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. പിന്നെ ഇവിടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ബ്ലോഗ് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം. വീട്ടിലെത്താറാകുമ്പോഴത്തേനും ഞാനൊരു ഫോട്ടോ. അതുപോലെ ഇപ്പം നാളെ ഉത്സവം ആയതുകൊണ്ട് തന്നെ കാളെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അത് കണ്ടിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ശിവരാത്രിയുടെ പിറ്റേതാണ് നമ്മുടെ ഉത്സവം. അതുകൊണ്ട് ശിവരാത്രിയുടെ അന്നായിരിക്കും കൊണ്ടുവരത്തുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് കാണാതിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം കണ്ടേനെ നമുക്ക്. ഇനിയിപ്പോൾ അങ്ങനെ സമാധാനിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി കുറച്ച് നേരം രമേമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. കാശിയാണെങ്കിൽ എൻ്റെ മേലിൽ നിന്ന് ഇറങ്ങുന്ന ഇതായിരുന്നു. എന്തോ കുറേ കണ്ടിട്ടില്ലാത്ത മട്ടിലായിരുന്നു അവൻ്റെ ഇരിപ്പ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങ് കയറി കേട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേനും. പിന്നെ അമ്മ ഉപ്പുമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ലാത്തതാണ് ഞാനതാ പഴങ്കഞ്ഞി കുടിച്ചു. ആസ് യൂഷ്വൽ പഴങ്കഞ്ഞി കുടിച്ചു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതാണ് കേട്ടോ. പിന്നെ ഇതാ അമ്മ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറൊക്കെ ഞാൻ കോരി ഇട്ടിട്ട് ബാക്കി കാണിച്ചാണ് കേട്ടോ. ഉച്ചയ്ക്കത്തിന് വേണ്ടി മാറ്റി വെച്ചത് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ പിള്ളേർക്ക് കുറേ നാളായിട്ട് ഇവിടെ വ്രതം ആയതുകൊണ്ട് നമ്മൾ മീനൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവിടെ ചെന്നിട്ട് അതുകൊണ്ട് അച്ഛനെ വിളിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൂപ്പ മീൻ വേണം എന്ന്. അതുകൊണ്ട് അപ്പൂപ്പൻ ഓൾറെഡി മീനൊക്കെ അവിടെ സെറ്റാക്കി പിള്ളേർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ വറുത്തതാണ് കൂട്ടിയിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ ചോറൊക്കെ. പിന്നെ ഇപ്പുറത്തെ അമ്മ ഇഞ്ചിക്ക് വേണ്ടിയിട്ട് വറക്കാൻ വെച്ചേക്കുവാണ്. അപ്പം ഞാനാണെങ്കിൽ ചായ ഇട്ട് കുടിച്ചു. പിന്നെ ഇവരാണെങ്കിൽ നമ്മുടെ കുറച്ച് മിച്ചറും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെ അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ.
ഇഞ്ചിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പം ഇപ്പുറത്തോട്ട് പായസം വെക്കുകയാണ് കേട്ടോ. വൈകുന്നേരം അവർക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇരുന്ന സേമിയ എടുത്ത് പായസം വെച്ചു, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പായസമൊക്കെ എപ്പോൾ വെച്ചാലും പോകുമല്ലോ. ഇനി പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ചേച്ചിയുടെ അടുത്തോട്ട് പോകാൻ. അവിടെ എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ശിവരാത്രിയുടെ അന്നാണ് ഉത്സവം. ശിവരാത്രിക്കാണ് അവിടുത്തെ ഉത്സവം, ഞങ്ങളുടെ ശിവരാത്രിയുടെ പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ റെഡിയൊന്നും ആയിട്ടില്ല, കാരണം വണ്ടിക്കകത്തായിരുന്നു എൻ്റെ കന്മശയൊക്കെ ഇരുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് കുളിച്ചിട്ട് നേരെ ഇറങ്ങി. പിന്നെ ഏട്ടനോട് എന്താ ഞാൻ ചിരിക്കാനോ എന്താ പറയുകയാണ് കേട്ടോ. അതാണ് അങ്ങനെ മോൻ വെച്ചേക്കുന്നത്. അത് ഞങ്ങളിപ്പം വീട്ടിന് അവിടോട്ട് കയറുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലാണ് ഞങ്ങൾ വണ്ടി വെക്കുക. അപ്പോൾ ചേട്ടൻ്റെ വണ്ടി കുറേ നാളായിട്ട് എടുക്കാത്തതുകൊണ്ട് അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളെ കാത്തിട്ട് താണ്ടി ഇവർ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ എളുപ്പം പോയിട്ട് റെഡി ആയിട്ട് കയറുന്നുണ്ട് അമ്പലത്തിൻ്റെ ഇടോട്ട്. അതിന് മുമ്പ് അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കാവ് പോലെ ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് തൊഴുതിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് അവരെ പിള്ളേരെ കൊണ്ട് എണ്ണ ഒഴിപ്പിക്കണം എന്ന് ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പം പിന്നെ അവിടെ പോയി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് വന്നിട്ടോ. അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ ആണെങ്കിൽ കൈകൊട്ടി കളിക്ക് വേണ്ടിയിട്ട് അവരെല്ലാം സ്റ്റേജൊക്കെ ശരിയാക്കി വെച്ചേക്കായിരുന്നു. പക്ഷെ കൈകൊട്ടി കളി കണ്ടുപിടിക്കാനുള്ള സമയത്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചാണ് കേട്ടോ ഇരുന്നത്. കാരണം എല്ലാവരും കണ്ടപ്പോൾ നല്ലൊരു ഒരു വൈബ്, ആ ഒരു വൈബ് അടിച്ചുകൊണ്ട് കാണണം എന്നൊക്കെ മനസ്സിൽ തോന്നിയെങ്കിലും കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പുറത്തോട്ടൊക്കെ പോകണമായിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പത്തനാപുരത്തോട്ട് വിട്ടിട്ടു. ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ഇവരെ കൊണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബേഷായിരിക്കും. അതുകൊണ്ട് വലുതായിട്ടൊന്നും പിന്നെ പറയണ്ടല്ലോ, പത്തനാപുരം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു ഉത്സവം ഓണമൊക്കെ വരുമ്പോഴത്തേനും ഇവിടോട്ടൊന്നും അടുക്കാൻ പറ്റത്തില്ല, അത്രയും തിരക്കായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ വരെ പോയാൽ മതിയുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, അവർക്ക് ഏട്ടനും അവളോടാണ് കയറിയേക്കാം, ഞങ്ങളൊന്നും കയറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത്